വിശ്വാസത്തിൻ്റെ പുതിയ പ്രതീക്ഷയിൽ പുതുക്കിയ ജീവിത മൂല്യങ്ങളുമായി പുത്തൻ ഉണർവുമായി ജീവിക്കുവാനുള്ള പ്രേരണയാണ് പുതുഞായർ നമുക്ക് നൽകുന്നത്. വിശ്വാസത്തിൻ്റെ വിളനിലമായ ഈ മണ്ണ് വിദ്വേഷത്തിൻ്റെയും വിഘടനവാദത്തിൻ്റെയും അപകടമായ വെറുപ്പിൻ്റെയും മണ്ണായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ദൈവിക ആശ്രയത്വബോധം നമ്മിൽ വളർത്തുവാനും വിശ്വാസത്തിൽ തീക്ഷ്ണത പ്രാപിക്കുവാനും ദൈവത്തെ രക്ഷകനായി ഈശോയെ രക്ഷകനായി പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറയുന്നതിനും നാം തയ്യാറാകണമെന്ന് ഈശോ വിശുദ്ധ തോമാസ് ശ്ലീഹായോട് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസരങ്ങളും അവകാശങ്ങളും നൽകുന്നവൻ ദൈവം തന്നെയാണ്. അവയെ തിരിച്ചറിയാൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരണമെന്ന് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്നത്തെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം കാണുന്നത്. അവിടെ ഒരു ചോദ്യവും ഒരു ആഹ്വാനവുമുണ്ട്. യേശോ ചോദിക്കാതെ ചോദിക്കുകയാണ്, എൻ്റെ കൂടെ 3 കൊല്ലം നടന്നിട്ടും എൻ്റെ പ്രവചനങ്ങളെയും പ്രവൃത്തികളെയും അത്ഭുത പ്രവൃത്തികളും കണ്ടിട്ടും നിനക്ക് വിശ്വാസമില്ലേ? എന്നോടൊപ്പം പോയി മരിക്കാൻ തയ്യാറായവനല്ലേ നീ? നാം ഓരോരുത്തരോടുമാണ് ഈ ചോദ്യം. അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിയ നാം ഇന്ന് അവിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കാൻ മടിക്കുന്ന എന്താണ് എന്നാണ് ആ ചോദ്യം. ജീവിത പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നേരിടാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും സഹോദരങ്ങളെ സേവിക്കുവാനും നാം തയ്യാറാകണമെന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ ലേഖനം 1 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ ശ്ലീഹാ പറയുന്നത് അവർ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ വിശ്വാസമാണ്. അത് വ്യക്തിപരവും അനുഭവവേദ്യവും യാഥാർത്ഥ്യവുമായിരുന്നു എന്നതാണ്. ലോകത്തിൻ്റെ മായകളിൽ മുങ്ങി അധികാരത്തിനും പണത്തിനും പ്രശസ്തിക്കും വ്യക്തിപരമായ അജണ്ടകൾക്കും വേണ്ടി ദൈവത്തെ വഞ്ചിക്കുന്ന, വിറ്റുകൊടുക്കുന്ന, 30 വെള്ളിക്കാശിന് വിറ്റുകളയുന്ന, ജീവിതമില്ലാത്ത ദൈവങ്ങളുടെ പുറകെ, പൊട്ടക്കിണറുകളുടെ പുറകെ ഓടി നടക്കുന്നവരെ പോലെയാകാതെ ലൗകികരും പ്രത്യാശ നശിച്ചവരുമായി മാറരുത് എന്ന് അവിടുന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എവിടെയാണോ അവിടെ നമ്മെ തേടിയെത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഉദ്ധിതനായ കർത്താവിനെ ദർശിച്ചപ്പോൾ തോമാസ് ശ്ലീഹാ അവനെ ഏറ്റുപറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ജീവിതത്തിൽ സംശയങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെരുകുമ്പോൾ അവനിൽ നിന്ന് ഓടിയകലുകയല്ല, അവനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത് എന്ന് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളും ബലഹീനതകളും ചുമന്നതുകൊണ്ട് നമ്മെ അറിയുന്നവനാണ്. നമ്മുടെ കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കുന്നവനാണ്. കൂടെയുണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തവനാണ്. അവിടുത്തെ ഏറ്റുപറയുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുവാനും ജീവൻ ത്യജിക്കുവാനും വിശുദ്ധി പ്രാപിക്കുവാനും അവിടുന്ന് നമ്മെ യോഗ്യരാക്കുന്നു എന്നും ഓർക്കാം. എല്ലാവർക്കും പുതുഞായർ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു.